ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ഹെറൻസ് ഫോർമുല എന്ന ചാപ്റ്ററാണ് എടുക്കുന്നത്. അതിൽ എക്സസൈസ് 12.1 ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 12.2ലും ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ് മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം അവർക്കത് ഡീറ്റെയിൽഡ് പോർഷൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ 4th ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. 4th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ട്രയാങ്കിൾ ആൻഡ് എ പാരലോഗ്രാം ഹാവ് ദ സെയിം ബേസ് ആൻഡ് സെയിം ഏരിയ. അതായത് ഒരു ട്രയാങ്കിളിനും പാരലോഗ്രാമിനും സെയിം ബേസ് ആണ്, അതുപോലെ അതിൻ്റെ ഏരിയ സെയിം ആണ്. ഇഫ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട് 26 സെൻറ്റിമീറ്റർ, 28 സെൻറ്റിമീറ്റർ ആൻഡ് 30 സെൻറ്റിമീറ്റർ ആൻഡ് ദ പാരലോഗ്രാം സ്റ്റാൻഡ്സ് ഓൺ ദ ബേസ് 28 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ പാരലോഗ്രാം. നമുക്കവിടെ പാരലോഗ്രാമിൻ്റെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് ഓഫ് പാരലോഗ്രാം ആണ് കാണേണ്ടത്. ഹൈറ്റ് ഓഫ് പാരലോഗ്രാം കിട്ടണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഏരിയ അറിയണം. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുള്ളത് ട്രയാങ്കിളിന്റെ ഏരിയയും പാരലോഗ്രാമിന്റെ ഏരിയയും സെയിം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം പാരലോഗ്രാമിന്റെ ഏരിയ എന്ന് പറയുന്നത് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ രണ്ടിന്റെ ഏരിയ സെയിം ആയതുകൊണ്ട് ബേസ് നമുക്ക് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഹൈറ്റ് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം ഹെറൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ S = A + B + C / 2 ആണ്. അവിടെ A എന്ന് പറയുന്നത് 26 + 28 + 30 / 2. അപ്പോൾ ഇത് മൂന്നും കൂടി ആഡ് ചെയ്തിട്ട് / 2 ആണ്. 26, 28, 30. അപ്പോൾ 14, 1, 5 + 3 8, 84/2. 84/2 എന്ന് പറയുമ്പോൾ അവിടെ 42. S എന്ന് പറയുന്നത് നമുക്ക് 42 കിട്ടി. ഇനി S - A. S - A എന്ന് പറയുന്നത് 42 - A എത്രയാണ്? 26. 42ന്ന് 26 മൈനസ് ചെയ്യുക. 6 3 ആവുമ്പോൾ 16. ഇനി S - B. S - B എന്ന് പറയുന്നത് 42 - 28. അപ്പോൾ എത്ര വരും? 14 കിട്ടി. S - C എന്ന് പറയുന്നത് 42 - 30. 42 - 30 ആവുമ്പോൾ നമുക്ക് 12 കിട്ടും. അപ്പോൾ S - A, S - B, S - C കിട്ടി. നമ്മുടെ ഫോർമുല എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു റൂട്ട് ഓഫ് S × S - A × S - B × S - C ആണ്. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ അതിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റൂട്ട് ഓഫ് S എന്ന് പറയുന്നത് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 42 ഇൻറ്റു ഇവിടെ നമുക്ക് S - A നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 16 × 14 × 12. അപ്പോൾ ഇനി ഇതിനെ എന്ത് ചെയ്യണം? നമുക്ക് റൂട്ടിന് പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇതിനെ ഓരോന്നിനെയും പ്രൈം ഫാക്ടേഴ്സ് എഴുതുക, എന്നിട്ട് കോമൺ ആയിട്ടുള്ളത് വെച്ചിട്ട് നമ്മൾ. അപ്പോൾ 42 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? നമുക്ക് 42 21 2 കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. 21 3 7. അപ്പോൾ 2 × 3 × 7 ആണ് 42 എന്ന് പറയുന്നത്. ഇനി 16 എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ 4 × 4 എഴുതി നമുക്ക്. 4 × 4. അതുപോലെ ഇത് നമുക്ക് 2 × 7 എഴുതാം. ഇതിന് 12 എന്നുള്ളത് 4 × 3 എഴുതാം. കാരണം ഇപ്പോൾ 1 2, ഇപ്പോൾ 2 3 3 4 ആയി. ഇവിടെ ഈ 2 2 കൂടി വേറൊരു 4 ആയി. അപ്പോൾ എത്രയായി? 3 4 ഉണ്ട്. അപ്പോൾ അതായത് ഇതിൽ നിന്ന് ഒരു 4, 2 4 വരും. 2 4ഉം പിന്നെ എത്രയാണ് വരുന്നത്? 7 എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിൽ നിന്ന് ഒന്ന് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. ഇവിടെ 2 4, അപ്പോൾ ഒരു 4 പുറത്തേക്ക് വന്നു. ഈ 4ഉം ഈ 2ഉം 2ഉം കൂടിയിട്ടുള്ള ഒരു 4, അപ്പോൾ അത് ഒരു 4 വന്നു. ഇനി 7, അതുപോലെ 7ഉം പോയി. ഇനി എന്താണുള്ളത്? 3. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് കിട്ടിയത്? 16 × 21. അപ്പോൾ 6 1 12 1 3 336. ഏരിയ എന്ന് പറയുന്നത് 336 cm². ഇത് ട്രയാങ്കിളിന്റെ ഏരിയ ആണ്. അപ്പോൾ ട്രയാങ്കിളിന്റെ ഏരിയ 336 cm² കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹൈറ്റ് ഓഫ് പാരലോഗ്രാം ആണ്. അപ്പോൾ പാരലോഗ്രാമിന്റെ ഹൈറ്റ് കാണാൻ വേണ്ടിയിട്ട് ഏരിയ ഓഫ് പാരലോഗ്രാം ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. രണ്ടിന്റെ ഏരിയയും എന്താണ്? ഈക്വൽ ആണ്. ഏരിയ ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതുന്നു? ഏരിയ ഓഫ് പാരലോഗ്രാം ഈക്വൽ ടു
ഏരിയ ഓഫ് ട്രയാങ്കിൾ, രണ്ടിന്റെയും ഏരിയ ഈക്വൽ ആണ്. ഏരിയ ഓഫ് പാരലോഗ്രാം എന്താണ്? ബേസ് ഇൻറ്റു ഹൈറ്റ്. അത് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ നമ്മൾ കണ്ടുപിടിച്ചു 336 ആണ്. അപ്പൊ ആ വാല്യൂ അവിടെ കൊടുത്തു. 336 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. നമുക്ക് ബേസ് തന്നിട്ടുണ്ട്. ബേസ് ഓഫ് പാരലോഗ്രാം 28 ആണ്. അപ്പൊ ഹൈറ്റ് ആണ് കാണേണ്ടത്. ഹൈറ്റ് ഈക്വൽ ടു 36 ഡിവൈഡ് ബൈ, അതായത് ഇവിടെ 28 ഇൻറ്റു എച്ച് ഈക്വൽ ടു 336 വരും. എച്ച് ഇസ് ഈക്വൽ ടു 336 ഡിവൈഡ് ബൈ 28. ഇതിനാ നമുക്ക് ക്യാൻസൽ ചെയ്തു. അപ്പോൾ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 1 14. ഇതിനെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 1 12 6 16 8. ഇനിയും 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 7. ഇതിനെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 84 ആണ് വരുന്നത്. 84/7 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 112 വരും. 1 7 14 2 ടൈംസ്. അപ്പോൾ 12 സെന്റിമീറ്റർ. ഹൈറ്റ് ഓഫ് പാരലോഗ്രാം എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A rhombus shaped field has green grass for 18 cows to graze. If each side of the rhombus is 30 meter and its longer diagonal is 48 meter, how much area of the grass field will each cow be getting? അപ്പോൾ ഓരോ കൗവിനും എത്ര കിട്ടും? അതായത് ഒരു റോംബസ് ഷേപ്ഡ് ഫീൽഡ് ആണ്. ആ ഫീൽഡിന്റെ എല്ലാ സൈഡും എത്രയാണ്? റോംബസിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. 30 മീറ്റർ ആണ്. അപ്പോൾ 30 മീറ്റർ ആവുമ്പോൾ ഇത്രയും ഏരിയ എന്ന് പറയുന്നത് 18 കൗസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതിൽ നമുക്ക് ഒരു കൗവിന് എത്ര ഏരിയ കിട്ടും എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് ഈ റോംബസിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഈ റോംബസിന്റെ ഏരിയ കാണണമെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ ABC, അതേ ഏരിയ തന്നെയായിരിക്കും ഇപ്പുറത്തുള്ള ട്രയാങ്കിളിന്റെ ഏരിയയും. അതായത് ADC, ഏരിയ ഓഫ് ട്രയാങ്കിൾ ABCയും ADCയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ഓഫ് റോംബസ് എന്താണെന്നുള്ളത് കിട്ടും. അപ്പോൾ ആദ്യം ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഈക്വൽ ടു റൂട്ട് ഓഫ് S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C ആണ്. ഇവിടെ A എന്ന് പറയുന്നത് 30 മീറ്റർ, B ഇത് ലോങ്ങർ ഡയഗണൽ 48 മീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ B എന്ന് പറയുന്നത് 48, C എന്ന് പറയുന്നത് 30 മീറ്റർ. S എന്ന് പറയുന്നത് A പ്ലസ് B പ്ലസ് C ബൈ 2, 30 പ്ലസ് 48 പ്ലസ് 30 ഡിവൈഡ് ബൈ 2. അപ്പോൾ 60 പ്ലസ് 48 108 ബൈ 2 54. S എന്ന് പറയുന്നത് 54 എന്ന് കിട്ടി. അപ്പോൾ S മൈനസ് A എന്ന് പറയുന്നത് 54 മൈനസ് 30 എത്രയാണ് വരുന്നത്? 24. S മൈനസ് B എന്ന് പറയുന്നത് 54 മൈനസ് 48. അപ്പോൾ ഇവിടെ 54 മൈനസ് 48 എന്ന് പറയുമ്പോൾ നമുക്ക് 6 ആണ് വരുന്നത്. അപ്പോൾ S മൈനസ് C എന്ന് പറയുന്നത് 54 മൈനസ് 30, അപ്പോൾ 24 ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഏരിയ ഈക്വൽ ടു റൂട്ട് ഓഫ് S എത്രയാണ്? S 54 ഇൻറ്റു 24 ഇൻറ്റു 6 ഇൻറ്റു 24. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 24നെ സ്പ്ലിറ്റ് ചെയ്യാണ്. ഇത് രണ്ടിലും 24 ഉള്ളത് കൊണ്ട് 1 ടൈം എഴുതാം. ഇതിനെ ഇപ്പോൾ എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 54 ഇൻറ്റു 24 ഇൻറ്റു 6 ഇൻറ്റു 24 ഇങ്ങനെ എഴുതിയാണെങ്കിൽ ഇതിൽ 2 24 ഉണ്ട്. അപ്പോൾ ഒരു 24 എടുത്തു. അതുപോലെ 2 6, ഒരു 6. റൂട്ട് 9 എന്ന് പറയുന്നത് റൂട്ടിന് പുറത്തേക്ക് വരുമ്പോൾ 3 ആയി. അപ്പോൾ 24 ഇൻറ്റു 18 32 3 19 4 2. അപ്പോൾ 432 ആണ് വരുന്നത്. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്ന് പറയുന്നതാണ് നമുക്ക് 432 മീറ്റർ സ്ക്വയർ കിട്ടിയിട്ടുള്ളത്. ഏരിയ ഓഫ് റോംബസ് ഈക്വൽ ടു
നമുക്ക് റോംബസിന്റെ ഏരിയ കിട്ടണം. 18 കൗസിന് ആവശ്യമായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണ്. അപ്പൊ ഏരിയ ഓഫ് റോംബസ് എന്ന് പറയുന്നത് 2 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി, 2 ഇൻറ്റു 432. 2 ഇൻറ്റു 432 എന്ന് പറയുമ്പോൾ ഇത്രയാണ് വരിക. 432 ഇൻറ്റു 2 ചെയ്താൽ 4 6 864 864 മീറ്റർ സ്ക്വയർ. ഏരിയ ഫോർ 18 കൗസ് ആണ് ഇത്രയും. അപ്പോൾ 864 എന്ന് പറയുന്നത്. ഏരിയ 1 കൗവിന് എത്രയായിരിക്കും? 864 ഡിവൈഡ് ബൈ 18. ഇതിനെ 864നെ 18നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത ഒരു നമുക്ക് അതാണ് ചോദ്യം. ഏരിയ ഓഫ് ഗ്രാസ് ഫോർ ഈച്ച് കൗ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏരിയ ഓഫ് ഗ്രാസ് ഫോർ 18 കൗസ് 864 ആണെങ്കിൽ ഏരിയ ഓഫ് ഗ്രാസ് ഫോർ 1 കൗ എന്ന് പറയുന്നത് 864/18. അപ്പോൾ എങ്ങനെ ഡിവൈഡ് ചെയ്യുക? 864നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കൊണ്ടാണ് ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ 9, 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 4 3 2 432. അപ്പോൾ 432 എന്ന് പറയുമ്പോൾ ഇവിടെ 9 4s 36 48 മീറ്റർ സ്ക്വയർ. അപ്പോൾ അടുത്തത് an umbrella is made by stitching 10 triangular pieces of cloth of different colors, each piece measuring 20 cm, 50 cm and 50 cm. How much cloth of each color is required for the umbrella? അപ്പോൾ ഇവിടെ നമുക്ക് 10 triangular piece ആണെന്നുള്ളത്. 5 ട്രയാങ്കിൾ ഒരേ കളറും വേറെ 5 ഒരേ കളറും അങ്ങനെയാണുള്ളത്. അപ്പോൾ ആ 5 ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് നമുക്ക് കാണേണ്ടത്, ഈ അംബ്രല്ലേൻ്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോന്നും എത്ര വീതമാണ് വേണ്ടത്, ഏരിയ എത്ര ക്ലോത്ത്, ആ ക്ലോത്തിൻ്റെ ഏരിയ എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ എ എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ, ബി 50 സെൻറ്റിമീറ്റർ, സി എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എല്ലാം സെയിം സൈസിലാണുള്ളത്. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ ഓഫ് 1 ട്രയാങ്കിൾ അത് നമ്മൾ ഹെറൻസ് ഫോമിൽ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇവിടെ നമുക്ക് ആദ്യം എസ് കണ്ടുപിടിക്കാം. എസ് എന്ന് പറയുന്നത് 20 + 50 + 50 ഡിവൈഡ് ബൈ 2. അപ്പോൾ 120/2 60 കിട്ടും. ഇനി എസ് മൈനസ് എ എന്ന് പറയുന്നത് 60 - 20 = 40. എസ് മൈനസ് ബി എന്ന് പറയുന്നത് 60 - 50 = 10. എസ് മൈനസ് സി എന്ന് പറയുന്നത് 60 - 20 = 50. രണ്ടും 50 ആണ്. അപ്പോൾ 10. ഏരിയ ഓഫ് 1 ട്രയാങ്കിൾ എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് കിട്ടുക? എസ് എന്ന് പറയുന്നത് 60 × 40 × 10 × 10 40 × 10 × 10. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? 3, അതായത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ 6 എന്നുള്ളത് 3 × 2 × 10. ഈ 40 എന്ന് പറയുന്നത് 2 × 2 × 10 48 × 10 × 10. അപ്പോൾ എത്ര 10 ഉണ്ട്? 1 2 3 4 10 ഉണ്ട്. അപ്പോൾ 4 10 ഉണ്ടാകുമ്പോൾ 2 10 റൂട്ടിന് പുറത്തേക്ക് വരുമ്പോൾ 2 10. ഇനി എത്ര 2 ഉണ്ട്? 1 2 3 2 ആണുള്ളത്. അപ്പോൾ നമുക്ക് ഒരു 2 മാത്രമേ പുറത്തേക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ റൂട്ടിനുള്ളിൽ 3യും ഒരു 2 ഉണ്ട്, √6. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 200√6 ഇത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ കളറിൽ എത്രയുണ്ട്? 5 ട്രയാങ്കിൾ ഉണ്ട്. 5 എണ്ണം ഒരേ കളറിലും 5 എണ്ണം ഒരേ, അങ്ങനെയാണ് അംബ്രല്ല ഉള്ളത്. അപ്പോൾ ഏരിയ ഓഫ് 5 ട്രയാങ്കിൾ 1 കളർ, ഒരു കളറിൽ 5 ട്രയാങ്കിൾ ഉണ്ടാവും. അതെന്ന് പറയുന്നത് എത്രയാണ്? 5 × 200√6 വരും. അപ്പോൾ 1000√6 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ രണ്ടിനും
അത്ര തന്നെയാണ് വരിക. ഒരു കളറിൽ 1000 റൂട്ട് സെൻറ്റിമീറ്റർ, അതുപോലെ വേറൊരു കളറും വേണ്ടത് 1000 റൂട്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. A kite is in the shape of a square with a diagonal 32 cm and an isosceles triangle of base 8 cm, side 6 cm to be made of 3 different shades are shown in the figure. How much paper of each shade has been used in it? ഓരോ ഷെയ്ഡിലും എത്ര പേപ്പർ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ആദ്യം ഏരിയ ഓഫ് പേപ്പർ ഓഫ് ഷെയ്ഡ് 1 എത്ര ഏരിയ എന്നുള്ളത്. ഇവിടെ നമുക്ക് സ്ക്വയർ ആണ് മുകളിലുള്ളത്. സ്ക്വയറിന്റെ ഡയഗണൽ നമുക്ക് തന്നിട്ടുണ്ട് 32. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ. സ്ക്വയർ ആവുമ്പോൾ നമുക്ക് രണ്ട് ഡയഗണലും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് ഒരു റൈറ്റ് ട്രയാങ്കിൾ, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ ഇൻറ്റു 2 ചെയ്യുക. അപ്പോൾ ഏരിയ ഓഫ്, അതായത് 2 ഇൻറ്റു ഏരിയ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ എന്താ? ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. അത് 2 എഴുതാൻ കാരണം ഇത് രണ്ട് ട്രയാങ്കിൾ, ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ്. ഏരിയ ഓഫ് പേപ്പർ ഓഫ് ഷെയ്ഡ് 1 എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗം മാത്രമാണ് കിട്ടുക. അതേ ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തിൻ്റെ ഫുള്ള് കിട്ടും. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ നമുക്ക് ഡയഗണൽ, രണ്ട് ഡയഗണലും ഈക്വൽ ആയിരിക്കും. 32 ആണ്. 32 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹാഫ് 16. അപ്പോൾ 2 ഇൻറ്റു, ഇവിടെ 2 ഇൻറ്റു 1/2 എന്താ? അത് ക്യാൻസൽ ആയിട്ട് ബി ഇൻറ്റു എച്ച് മാത്രം വരും. ബി എന്ന് പറയുന്നത് എത്രയാണ്? 16. ബേസ് 16 തന്നെ, ഹൈറ്റും 16. ഇതൊരു ഡയഗണലാണ്, ഇതൊരു ഡയഗണലാണ്. രണ്ടിൻ്റെ ഹാഫ്. ഡയഗണൽ 32 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 16 ഇൻറ്റു 16 എന്ന് പറയുന്നത് 256 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും. അതേ തന്നെയായിരിക്കും ഷെയ്ഡ് 2-ൻ്റെതും. ഏരിയ ഓഫ് പേപ്പർ ഓഫ് ഷെയ്ഡ് 2 ഈക്വൽ ടു 256 സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നെ. ഇനി നമുക്ക് ഈ ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അതാണ് നമ്മളിവിടെ ഹെറൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുന്നത്. അതിന്റെ രണ്ട് ഈക്വൽസ് ഉണ്ട്. ഐസോസെലസ് ട്രയാങ്കിൾ അറിയാം, രണ്ട് സൈഡ്സും ഈക്വൽ ആയിരിക്കും, ഒരു സൈഡ് ഡിഫറെൻറ്റ്. അപ്പോൾ ഇവിടെ ഇത് 8, ഇത് 6, 6. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് പേപ്പർ ഓഫ് ഷെയ്ഡ് 3 ആണ് കാണുന്നത്. അതിൽ എ എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ, ബി എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ, സി എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ. ഇനി എസ് കണ്ടുപിടിക്കുക. എസ് ഇസ് ഈക്വൽ ടു 6 + 6 + 8 ഡിവൈഡ് ബൈ 2. 12, 12 + 2 20, 20/2 എന്ന് പറഞ്ഞാൽ 10 കിട്ടി. ഇനി എസ് മൈനസ് എ. എസ് മൈനസ് എ എന്ന് പറയുന്നത് 10 - 6 = 4. എസ് മൈനസ് ബി എന്ന് പറയുന്നത് 10 - 6 = 4. എസ് മൈനസ് സി എന്ന് പറയുന്നത് 10 - 8 = 2. ഇത്രയും കിട്ടി. നമുക്ക് ഏരിയ കാണാൻ വേണ്ടി റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. എസ് എത്രയാണ്? എസ് 10. 10 ഇൻറ്റു 4 ഇൻറ്റു 4 ഇൻറ്റു 2. അപ്പോൾ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ 2 ഇൻറ്റു 5 ഇൻറ്റു 4നെ മാറ്റേണ്ട, 2 4 ഉണ്ടല്ലോ, ഇൻറ്റു 2. അപ്പോൾ ഇവിടെ 4, ഒരു 4 കോമൺ ആയിട്ട് പുറത്തേക്ക് വന്ന് 4 ഇൻറ്റു 2 ഇൻറ്റു ഇത് √5. അപ്പോൾ 8 √5. 8 4 2. ഇത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് പേപ്പർ ഷെയ്ഡ് 3-യുടേത്. അപ്പോൾ അതുപോലെ എഴുതുക. അടുത്തത് എ ഫ്ലോറൽ ഡിസൈൻ ഓൺ എ ഫ്ലോർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 16 ടൈൽസ് വിച്ച് ആർ ട്രയാങ്കിൾ ഷേപ്പിലുള്ള 16 ടൈൽസ് വെച്ചിട്ടാണ് ഫ്ലോറൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ബി 9 സെൻറ്റിമീറ്റർ, 28 സെൻറ്റിമീറ്റർ, 35 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് പോളിഷിംഗ് ദ ടൈൽ അറ്റ് ദ റേറ്റ് ഓഫ് 50 പൈസ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിന് 50 പൈസ വെച്ചിട്ട് എത്ര കോസ്റ്റ് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലവാകും എന്നുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്ലോറൽ ഡിസൈൻ ഇങ്ങനെയാണെന്നുള്ളത് ട്രയാങ്കുലർ ഷേപ്പാണ്. അപ്പോൾ 9, 28, 25 ഇങ്ങനെയാണ് അതിൻ്റെ സൈഡ്സ് തന്നിട്ടുള്ളത്. അതായത് എ എന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്റർ, ബി എന്ന് പറയുന്നത് 28 സെൻറ്റിമീറ്റർ, സി എന്ന് പറയുന്നത് 35 സെൻറ്റിമീറ്റർ. അങ്ങനെയുള്ള 16 ടൈൽസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഏരിയ ഓഫ് 1 ടൈൽ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഏരിയ ഓഫ് 1 ടൈൽ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക. അതായത്
നമ്മളെ ഹെറൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇൻറ്റു 16 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 16 ടൈലിൻ്റെ ഏരിയ കിട്ടും. അതിനുശേഷം കോസ്റ്റ് ഓഫ് പോളിഷിംഗ് ആണ് കാണേണ്ടത്. അപ്പോൾ എസ് കാണാൻ വേണ്ടി എസ് ഇസ് ഈക്വൽ ടു 9 + 28 + 35 ഡിവൈഡ് ബൈ 2. 9 + 28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 37, 35 ആഡ് ചെയ്താൽ 72, 72/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36. ഇനി എസ് മൈനസ് എ എന്ന് പറയുന്നത് 36 - 9, 36 - 9 എന്ന് പറഞ്ഞാൽ 27. ഇനി എസ് മൈനസ് ബി എന്ന് പറയുന്നത് 36 - 28. അപ്പോൾ എത്രയാണ് വരിക? 8. അടുത്തത് എസ് മൈനസ് സി എന്ന് പറയുന്നത് 36 - 35 = 1. ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. എസ് മൈനസ് എ, എസ് മൈനസ് ബി, എസ് മൈനസ് സി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഏരിയ എന്ന് പറയുന്നത് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് എത്രയാണ്? 36 × 27 × 8 × 1. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? റൂട്ട് ഓഫ് 36 എന്ന് പറയുന്നത് 9 4s are 36, 9 3s are 27, 8നെ 2 × 4 എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ 9 4 2 9 ഉണ്ട്, 2 4 ഉണ്ട്, അതെടുത്ത് എഴുതി. ഇനി എന്തൊക്കെയാണ് ബാക്കി? 3ഉം 2ഉം. അപ്പോൾ അത് √6, 36 √6 cm² ആണ് കിട്ടുന്നത്. ഇനി ഏരിയ ഓഫ് 16 ടൈൽ, ഏരിയ ഓഫ് 16 ടൈൽസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? 16 × 36 √6 cm². അപ്പോൾ 36 × 16 എന്ന് പറയുന്നത് 6 6 36 3 8 21 6 3. അപ്പോൾ 576 √6 cm² ആണ് വരുന്നത്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് ഓഫ് പോളിഷിംഗ് ആണ്. അത് 50 പൈസയാണ്. അപ്പോൾ ഇത്രയും cm² ഇൻറ്റു 50 പൈസയാണുള്ളത്. അതിനെ റുപ്പിയിലേക്ക് മാറ്റാൻ വേണ്ടി ഡിവൈഡ് ബൈ 100. അപ്പോൾ ഡിവൈഡ് ബൈ 100 ആകുമ്പോൾ ഇവിടെ ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 576 × 5 3 35 38 3 എന്ന് പറയുമ്പോൾ 28. അപ്പോൾ 288 √6. 8 √6 ആണ് നമുക്ക് കോസ്റ്റ് ഓഫ് പോളിഷിംഗ്. അത്രയും റുപ്പീസ് ആണ്. അതായത് കോസ്റ്റ് ഓഫ് പോളിഷിംഗ് എന്ന് പറയുന്നത് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. ഈ √6 നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക? √6ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ലോങ് ഡിവിഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് √6ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കാണാൻ നോക്കാം. അതായത് ഇവിടെ √6ന്റെ വാല്യൂ കാണാൻ വേണ്ടി ആദ്യം നമ്മൾ 6 ആണുള്ളത്. 6 ആവുമ്പോൾ 6ന്റെ നിയറസ്റ്റ് സ്ക്വയർ 2 2s are 4 ആണ് വരുന്നത്. 4 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് റിമൈൻഡർ 2. ഇനി എന്ത് ചെയ്യും? ഇതിനെ നമ്മൾ രണ്ടും ആഡ് ചെയ്യും. 2 + 2 4. ഇനി ഇവിടെ എഴുതുന്ന നമ്പർ തന്നെ വേണം ഇവിടെ എഴുതാം. പക്ഷെ നമുക്ക് ഇവിടെ ബാക്കിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പോയിന്റ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ 2 0 ആയിട്ടാണ് എഴുതുക. അപ്പോൾ ഇവിടെ നമ്മൾ താഴേക്ക് എഴുതുമ്പോഴും അതുപോലെ 2 0 ആയിട്ടാണ് എഴുതുക. അപ്പോൾ ഇവിടെ റിമൈൻഡർ 2 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ പോയിന്റ് കൊടുത്തു. ഇവിടെ 2 0 200 വന്നു. 200 വന്നപ്പോൾ ഇനി ഇത് 4 ആണ്. ഇവിടെ എഴുതുന്നത് നമ്മൾ ലോങ് ഡിവിഷനിൽ ചെയ്യുമ്പോൾ 2 നമ്പറും സെയിം ആയിട്ടുള്ള നമ്പർ കൊണ്ട് വേണം. അപ്പോൾ 176. ഇവിടെയും 4, ഇവിടെയും 4. 176 ഇതിനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 4 ഇവിടെ 2 ഇത്രയാണ് വരുന്നത് 24. അപ്പോൾ അടുത്തത് നമ്മൾ ഈ 2 0 ഒരുമിച്ച് എടുത്ത് എഴുതും. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 44 ഇവിടെ നമ്മൾ എങ്ങനെ എഴുതുക? ഇവിടെ എന്ന് പറയുന്നത് ഈ 44 + 4 എന്ന് പറഞ്ഞാൽ 48. ഇനി 2400 ആണ് കിട്ടേണ്ടത്. ഇവിടെ എഴുതുന്ന നമ്പർ തന്നെ വേണം ഇവിടെ എഴുതാൻ. അപ്പോൾ നമുക്ക് 4 തന്നെ കൊടുത്തു നോക്കാം. 4. അപ്പോൾ 4 × 4 എന്ന് പറയുന്നത് 16 1 32 3 1736 ആണ് വരുന്നത്. 4 6 1 32 33 ആവുമ്പോൾ ഇവിടെ 33
19 ആണ് വരുന്നത്. 1936. അപ്പോൾ ഇവിടെ 4 6 3 ആവുമ്പോൾ 464. ഇതിങ്ങനെ പോകും. ഇനി അടുത്തത് നമ്മൾ 0 കൊടുക്കും. എന്നിട്ട് ഈ 484 + 4 488 എഴുതും. ഇതിങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു വാല്യൂ കിട്ടിയാൽ മതി. ഒന്നുമില്ല ഇങ്ങനെ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ √6 വാല്യൂ പഠിച്ചു വെച്ചാൽ √6 വാല്യൂ 2.44 ആണ്. അപ്പോൾ 288 ഇൻറ്റു നമുക്ക് കോസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് അവിടെ 288 ഇൻറ്റു 2.44 ആണ്. അപ്പോൾ 244 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 32 3 35 3 11 32 3 16 1 17 1 5. അപ്പോൾ 2 7 11 12 1 അപ്പോൾ ഇത്രയാണ് പോയിന്റ് വരുമ്പോൾ 702.72. അത്രയും റുപ്പീസാണ് വരിക. കോസ്റ്റ് ഓഫ് പോളിഷിംഗ് എന്ന് പറയുന്നത് 702.72. അടുത്ത ക്വസ്റ്റ്യൻ 9th question. A field is in the shape of a trapezium whose parallel sides are, നമുക്ക് parallel sides തന്നിട്ടുണ്ട് 25 മീറ്ററും 10 മീറ്ററും, നോൺ പാരലൽ സൈഡ്സ് 14 മീറ്റർ ആൻഡ് 13 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ ഫീൽഡ്. ഈ ഫീൽഡിന്റെ ഏരിയ ആണ് കാണേണ്ടത്. നമുക്കറിയാം ട്രപ്പീസിയത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രപ്പീസിയം ഈക്വൽ ടു ഹാഫ് h ഇൻറ്റു, അതായത് പാരലൽ സൈഡ്സ് a + b. ഇത് രണ്ടും കൂടി ഏരിയ. പക്ഷെ ഇവിടെ നമുക്ക് ഹൈറ്റ് എത്രയാണെന്നുള്ളത് അറിയില്ല. ഹൈറ്റ് കണ്ടുപിടിക്കണം. ഹൈറ്റ് കണ്ടുപിടിച്ചിട്ട് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ ഓഫ് ട്രപ്പീസിയം കിട്ടും. അപ്പോൾ ഈ ഹൈറ്റ് കാണാൻ വേണ്ടി ആദ്യം ഈ ഒരു ട്രയാങ്കിൾ ADE, അതായത് ഇവിടെ നമ്മൾ കൺസ്ട്രക്ഷൻ കൊടുത്തു. ഇതിന് പാരലായിട്ടാണ് ഇവിടെ വരണിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പാരലോഗ്രാമായി, അതായത് ഇതിന് പാരലായിട്ട് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇത് 13 മീറ്റർ ആണെങ്കിൽ ഇതും 13 മീറ്റർ ഇങ്ങനെ പാരലായിട്ടാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് 13 മീറ്ററായി. അതുപോലെ ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് DF കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഏരിയ ഓഫ് ട്രപ്പീസിയം കാണാൻ കഴിയും. അപ്പോൾ ഈ DF കിട്ടാൻ വേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE കാണും. ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE എന്ന് പറയുന്നത് നമുക്ക് എറൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. √S × S - A × S - B × S - C. അതിൽ നിന്ന് അതിൻ്റെ ഏരിയ എടുത്തിട്ട് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഏരിയ കൊടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കുന്നത്. ഹൈറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എസ് കാണാൻ വേണ്ടി ഇവിടെ ഇപ്പോൾ നമുക്ക് 3 സൈഡ്സ് അറിയണം. ADE എന്നുള്ള ട്രയാങ്കിളിൽ ഇത് 14 ആണ്, ഇത് 13 മീറ്റർ ആണ്. AE എന്ന് പറയുന്നത് എങ്ങനെയാണ് കിട്ടുക നമുക്ക്? AB എത്രയാണ്? AB എന്ന് പറയുന്നത് 25 ആണ്. EBയും CDയും ഈക്വൽ ആയിരിക്കും. EB ഒരു പാരലോഗ്രാം ആണെന്ന് പറഞ്ഞല്ലോ. പാരലോഗ്രാമിന്റെ പാരലൽ സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. EB = CD = 10 ആണ്. അങ്ങനെയാണെങ്കിൽ AE എന്ന് പറയുന്നത് AE = AB - EB. AB - EB എന്ന് പറയുമ്പോൾ AB എത്രയാണ്? 25. EB എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 15. ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. AE എന്ന് പറയുന്നത് 15. AE എങ്ങനെയാണ് കിട്ടിയത്? ഇത് 10 ആണ്. അപ്പോൾ മൊത്തത്തിൽ നിന്ന് ഈ ഭാഗം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AE കിട്ടും. AE എന്ന് പറയുന്നത് AB - EB. അപ്പോൾ 15 എന്ന് കിട്ടി. ഇനി നമുക്ക് S കണ്ടുപിടിക്കാം. S = ഏതൊക്കെയാണ്? ഇത് 15, ഇത് 14, ഇത് 13. 14 + 13 + 15 / 2 എത്രയാണ്? 27. 27 + 15 എന്ന് പറയുന്നത് 42. 42/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21. S 21 കിട്ടി. S 21 കിട്ടിക്കഴിഞ്ഞാൽ ഇനി S - A. S - A എന്ന് പറയുന്നത് നമ്മൾ 21 - 40. അപ്പോൾ എത്രയാണ് വരിക? 21 - 40 എന്ന് പറയുമ്പോൾ 7. ഇനി S - B എന്ന് പറയുന്നത് 21 - 30. അപ്പോൾ എത്രയാണ്? 8. S - C എന്ന് പറയുന്നത് 21 - 15. അപ്പോൾ എത്രയാണ്? 6. ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? √S എന്ന് പറയുന്നത് 21 × 7 × 8 × 6 ആണ്. അപ്പോൾ ഇവിടെ
3 ഇൻറ്റു 7 ഇൻറ്റു 7 ഇൻറ്റു 8 എന്ന് പറയുന്നത് 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് എഴുതാം. അതുപോലെ 6 എന്ന് പറയുന്നത് 2 ഇൻറ്റു 3. അപ്പോൾ ഇവിടെ ഒരു 3, അതുപോലെ ഒരു 7 ഇൻറ്റു എത്ര 2 ഉണ്ട്, 4 2 ഉണ്ട്, അപ്പോൾ 2 2. അപ്പോൾ 4 28 28 ഇൻറ്റു 3 എന്ന് പറയുന്നത് എത്രയാണ്, 84 മീറ്റർ സ്ക്വയർ. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഏരിയ എന്ന് പറയുന്നത് 84 മീറ്റർ സ്ക്വയർ ആണ്. 84 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഇനി ഹൈറ്റ് ആണ്. ഈ ട്രപ്പീസിയത്തിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. അതിനു വേണ്ടി, അതായത് DF ആണ് കാണേണ്ടത്. നമുക്ക് ഇനി എങ്ങനെ എഴുതാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ AD എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു, അതായത് ബേസ് ഇൻറ്റു ഹൈറ്റ്. നമ്മൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് കൊടുക്കില്ല. ഇവിടെ ബേസ് എത്രയാണ്, AE ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് DF. അത് ഏതിന് ഈക്വൽ ആണ്, ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ ഏത് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താലും സെയിം ആയിരിക്കും. ഇപ്പോൾ ഏരിയ നമ്മൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ 84 കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാഫ് ഇൻറ്റു AE ഇൻറ്റു DF എന്ന് പറയുന്നത് എത്രയാണ്, 84. അവിടെ ഹാഫ് ഇൻറ്റു AE എത്രയാണ്, 15 ഇൻറ്റു DF ഈക്വൽ ടു 84. നമുക്ക് DF ആണ് കിട്ടേണ്ടത്. DF ഈക്വൽ ടു 84 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 15. അപ്പോൾ ഇതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 11.2 ആണ് കിട്ടുക. 11.2 മീറ്റർ എന്ന് കിട്ടും. അതായത് ഹൈറ്റ്, ഈ ഒരു ട്രപ്പീസിയത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 11.2 ആണ്. ഇനി ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഏരിയ ഓഫ് ട്രപ്പീസിയം കാണുക. ഏരിയ ഓഫ് ട്രപ്പീസിയം എന്ന് പറയുന്നത് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് ഹൈറ്റ് ഇൻറ്റു A+B, ഹാഫ് H ഇൻറ്റു A+B ആണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ഹാഫ് H എത്രയാണ് കിട്ടിയിട്ടുള്ളത്, 11.2 ആണ്. ഹാഫ് ഇൻറ്റു 11.2 ഇൻറ്റു A എന്ന് പറയുന്നത് 25 പാരലൽ സൈഡ്സ്, B എന്ന് പറയുന്നത് 10. അപ്പോൾ ഹാഫ് ഇൻറ്റു 11.2 ഇൻറ്റു 35. ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ 5.6 എന്ന് വരും. അപ്പോൾ 35 ഇൻറ്റു 56, 3 21 25 2 196 മീറ്റർ സ്ക്വയർ. ഏരിയ ഓഫ് ട്രപ്പീസിയം എന്ന് പറയുന്നത് 196 മീറ്റർ സ്ക്വയർ ആണ് കിട്ടുന്നത്. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.